നമ്മളെ മനസ്സിൽ കുറേ സങ്കടങ്ങൾ തിങ്ങിയിരിക്കുന്ന സമയത്തുണ്ടല്ലേ, നമുക്കൊരു യാത്ര പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായെങ്കിലും നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ടാവണം. അപ്പോഴല്ലേ നമ്മൾ ആ സങ്കടമില്ലേ തനേ മാഞ്ഞു പോകുന്നത്. എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു യാത്രയാണ് കേട്ടോ ഞാൻ ഈയിടെ ഗൾഫിൽ പോയിട്ടുണ്ടായത്, ഒരു 1 വീക്കിലേക്ക്. അതെന്തിനാണ് വെച്ചെങ്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഗൾഫിൽ പോയെന്നുള്ളത്. ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോൻ്റെ മാരേജ് ഉണ്ടായിനാടെ. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടുണ്ടായി, മാരേജിന് വാ പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ടുണ്ടായി. പിന്നെ അതേപോലെ തന്നെ കസിൻസ് എല്ലാവരും പറഞ്ഞ് മാരേജിന് പോയിട്ടാകുമ്പോൾ നിൻ്റെ ഒരു എന്താ പറയല്ലേ, നമ്മൾ ഒരു ഡിപ്രഷനിലായ ഒരു ഇതുണ്ടല്ലേ ആ ടൈമിൽ. എന്നോട് പറഞ്ഞു നീ അവിടെ പോയെങ്കിൽ നിനക്ക് ഒരു മൈൻഡെല്ലാം സെറ്റാവും, അങ്ങനെ നീ പോയിട്ട് വാ പറഞ്ഞിട്ട് അങ്ങനെ ബാക്ക് നിന്ന് എന്നെ പുഷ് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായത്. പോയപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലായത് നമ്മളിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മൾ പെറുക്കിയിരിക്കുന്നതിനേക്കാളും ബെറ്റർ നമുക്കിങ്ങനെ യാത്രകൾ ചെയ്യുന്ന. നമുക്ക് പൊതുവേ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നൈറ്റ് ഡ്രൈവ് ആണെങ്കിൽ അതുക്കും മേലെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പോയ ഒരു യാത്രയാണ്. ആ യാത്രയിൽ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സും ഫ്രണ്ടിൻ്റെ ഭാര്യ അവരെല്ലാം അവിടെ ഉണ്ടായതുകൊണ്ട് അവരൊക്കെ എന്നെ എന്താ വെച്ചെങ്കിൽ ക്ഷണിച്ചിട്ട് നമുക്ക് ഇവിടെ പോവാ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ടായത് കേട്ടോ. ഈ കാണുന്നത് ഇതാണ് എൻ്റെ ഫ്രണ്ട്, ബ്രദറിൻ്റെ ഫ്രണ്ടും വൈഫും. പിന്നെ ഞങ്ങൾക്ക് കുറേ ഐറ്റംസ് ട്രൈ ആക്കാനുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ട്രൈ ആക്കുന്നുണ്ടതാണ് കേട്ടോ ഇത്. പിന്നെ എന്താ വെച്ചെങ്കിൽ നമ്മൾ എന്താഗ്രഹം ഉണ്ടെങ്കിലും അതപ്പം തന്നെ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പൈസ ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ ഇങ്ങനെയൊക്കെ പോകുന്നുള്ളത്, എങ്ങനെയെങ്കിലും കണ്ടെത്തിയിട്ടും ഇതാക്കിയിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നുള്ളത്. ഇതാണ് കേട്ടോ മാരേജിൻ്റെ ചെറിയൊരു പോർഷനേ ഉള്ളൂ. ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിട്ടാ. അടിപൊളി മാരേജ് ആയിരുന്നു, മാഷാ അല്ലാഹ്.